പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിനായി നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കരുത്, കരയരുത്. നെഹമ്യാവ് ജനത്തോട് പറഞ്ഞ ഒരു വാചകമാണ്. നെഹമ്യാവിൻ്റെ മുൻപിൽ ദൈവം ഏൽപ്പിച്ചതായ വലിയൊരു ശുശ്രൂഷ സക്സസ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം തൻ്റെ മുൻപിൽ തൻ്റെ വാക്കുകൾ അനുസരിച്ച് തന്നെ മാനിച്ച് കൂടി വന്ന ജനങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് ഒരു മഹാസഭായോഗം കൂടി പീഠത്തിന്മേൽ കയറി തിരുവചനവും ന്യായപ്രമാണവും ഒക്കെ അവരുടെ മുൻപിൽ വെച്ച് വിടർത്തി വായിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ അവർ വാവിട്ട് നിലവിളിച്ചു കരഞ്ഞു. ദൈവവചനം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കരച്ചിൽ തോന്നും. അങ്ങനെയാണ് ദൈവവചനത്തിൻ്റെ ഘടന. അതിനൊരു ശക്തിയുണ്ട്. വാസ്തവമായി ദൈവത്തിൻ്റെ വചനത്തെ, ദൈവസ്നേഹത്തെ, ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പതിഞ്ഞു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും ഒക്കെ ദൈവം ക്ഷമിച്ച് തൻ്റെ മഹത്വത്തെ നമ്മുടെ മുൻപിൽ കാണിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ തട്ടും. നമ്മൾ കരയും, നമ്മുടെ കണ്ണുകളിൽ ഈറനണിയും. അത് സ്വാഭാവികമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കരയുവാൻ കഴിയുകയുള്ളൂ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ വാസ്തവമായി ചിന്തിക്കുന്നവരാരോ ധ്യാനിക്കുന്നവരാരോ അവർ ആരും അറിയാതെ, ആരും കാണാതെ അവരുടെ കണ്ണുകൾ നനയുന്നത് നമുക്ക് കാണാം. നെഹമ്യാവ് ജനത്തോട് പറയാണ്, ഇത് ദൈവത്തിന് വിശുദ്ധമായ ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ കരയരുത്, നിങ്ങൾ ഇനിയും ദുഃഖിക്കരുത്. നിങ്ങളുടെ ദുഃഖമെല്ലാം മാറിപ്പോയി. അതിനുശേഷം നെഹമ്യാവ് പറയുന്നു, യഹോവയെങ്കിലെ, ദൈവത്തെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ഈ വാക്യം നമ്മൾ പലയിടത്തും നമ്മുടെ ആരാധനാലയങ്ങളിലും നമ്മുടെ ഭവനത്തിലുമൊക്കെ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഈ വാക്യം നമ്മൾ പറയും. സങ്കടം വരുമ്പോൾ ഈ വാക്യം നമ്മൾ വായിച്ച് വാഗ്ദത്തം പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൽ സന്തോഷിക്കുന്നത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ, നമ്മുടെ കർത്താവിന് വിശുദ്ധമായ ദിവസമാകുന്നു ഇത്, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനമെടുത്ത് നമുക്ക് സന്തോഷത്തോടുകൂടെ ദുഃഖിക്കരുതെന്ന് പറയുന്ന ഒരു ശുശ്രൂഷ മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവിന് ഈ പ്രഭാതത്തിലുള്ളത്. ഒരു പ്രത്യേകമായ സന്ദേശം ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് തരുവാനുണ്ട്. ആ വാക്യത്തിൻ്റെ തൊട്ട് മുമ്പ് അതേ വാക്യത്തിൻ്റെ ആരംഭത്തിൽ നെഹമ്യാവ് ജനത്തോട് പറയുകയാണ്, തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്ത ജനങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പകർച്ച കൊടുത്തയപ്പീൻ. അതിനുശേഷമാണ് പറയുന്നത്, എന്തുകൊണ്ടെന്നാൽ ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങളുടെ ഇടയിൽ ആരും കരയരുത്, സങ്കടപ്പെടരുത്. അവർക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്ത, കഴിവില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അവിടെവിടായി ശേഷിച്ചിരിക്കുന്നു. വലിയൊരു സദ്യ, ആഹാരത്തിൻ്റെ വലിയൊരു വട്ടം കൂട്ടൽ ജനങ്ങളുടെ ഇടയിൽ ഒരുക്കിയിട്ടാണ് നെഹമ്യാവ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അവർ വട്ടം കൂടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഭവനങ്ങളിലൊക്കെ ഭക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു കുടുംബം മുഴുവനും അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും അവരെല്ലാവരും വട്ടത്തിലിരിക്കും. അതിനുശേഷം വലിയ ഒരു താലന്ത് കാണും, അവരുടെ വലിയ വട്ടത്തിലുള്ള പിച്ചളപാത്രം എല്ലാ ഭവനങ്ങളിലും കാണും. ആ ഭവനത്തിലുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കുഞ്ഞുകുട്ടികളും എല്ലാവരും വട്ടത്തിലിരുന്നും കൊണ്ടാണ്, ഒരേ പാത്രത്തിൻ്റെ അരികിലിരുന്നും കൊണ്ട് ഒരേ പാത്രത്തിൽ നിന്ന് കയ്യിലെടുത്താണ് അവർ ചാറിൽ മുക്കി ഭക്ഷിക്കുന്നത്. അതാണ് അവരുടെ രീതി. അങ്ങനെ ഭക്ഷിക്കുന്നതായ ഭക്ഷണത്തിന് വട്ടം കൂടൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ
കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി വട്ടം കൂട്ടുവാൻ നിവൃത്തിയില്ലാതെ ദുഃഖിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പകർച്ച കൊടുത്തയക്കണം. പകർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ തന്നിരിക്കുന്ന ആഹാരത്തിൻ്റെ ആ വട്ടം കൂട്ടലിൻ്റെ ഒരു ഭാഗം അവിടെ നിന്ന് കോരിയെടുത്ത് ഇല്ലാത്തവരിലേക്ക് പകർന്നു കൊടുക്കണം. അതിനുശേഷമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ കരയരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിങ്കിലെ സന്തോഷം നമ്മളിൽ പൂർത്തിയാകുന്നത് നമ്മുടെ ഇടയിൽ ആരും കരയാതിരിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി വട്ടം കൂട്ടിയിട്ടില്ലാത്തവരുടെ സങ്കടങ്ങൾ കാണുവാൻ ആ ദേശത്തും ഗോത്രത്തിലും ആ സഭയിലും ചില വ്യക്തികൾ ഉണ്ട് എന്നുള്ള അറിവ് ലഭിക്കുമ്പോഴാണ് സങ്കടം മാറിപ്പോകുന്നത്. ഇല്ലായെങ്കിൽ ഒരു കൂട്ടർ സന്തോഷിക്കും, വേറൊരു കൂട്ടർ കരഞ്ഞും കൊണ്ടിരിക്കും, ദുഃഖിച്ചും കൊണ്ടിരിക്കും. അവർ നോക്കുമ്പോൾ അവരുടെ സഹോദരങ്ങൾ അവരുടെ അയൽവക്കങ്ങളിൽ അവരുടെ ആലയത്തിൽ മറ്റു പലരും വട്ടം കൂടിയിരുന്ന് അവർ സന്തോഷിക്കുന്നു, ന്യായപ്രമാണം വായിക്കുന്നതൊക്കെ കേൾക്കുന്നു, യഹോവയിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ അവർ അഭിനയിക്കുന്നു. പക്ഷെങ്കിൽ മറുഭാഗത്ത് ഒരു കൂട്ടം ജനങ്ങൾ അന്നത്തിന് നിവൃത്തിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒന്ന് മാറി ഉടുക്കാൻ പോലും വസ്ത്രമില്ലാതെ വളരെയധികം പ്രയാസത്തിലും കഷ്ടത്തിലും കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്നും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നെഹമ്യാവ് പറയുകയാണ്, നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. എന്നുകൊണ്ടെന്നാൽ ഈ ദിവസം യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ കരയരുത്. അതിനുശേഷമാണ് പറയുന്നത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ദൈവത്തിങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. വെറുതെ ഒരു വാക്യം നമ്മുടെ ആലയത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞ് കൈയടിച്ച് പാട്ട് പാടിയാൽ ഈ ബലമൊന്നും വരത്തില്ല, ഈ സന്തോഷം വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ പകർച്ച കൊടുത്തയക്കുന്ന ഒരു പരിപാടി, ഒരു സമ്പ്രദായം, ഒരു മനോഭാവം, ഒരു തീരുമാനം, ഒരു ഉപദേശം, ഒരു തത്വം, ഒരു അനുകരണം, ഒരു പ്രവൃത്തി നമ്മുടെ ഇടയിൽ എപ്പോൾ പ്രാവർത്തികമായി നിറവേറ്റുന്നുവോ അവിടെയാണ് യഹോവയെങ്കിലെ സന്തോഷം പൂർണ്ണമാകുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ ഒരു ജ്ഞാനം എപ്പോഴാണ് പ്രാപിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ദിവസമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണം. എന്നോടൊപ്പം വട്ടം കൂട്ടിയിട്ടില്ലാത്ത പലരെയും എനിക്ക് കാണുവാൻ എൻ്റെ കണ്ണ് പ്രകാശിപ്പിക്കപ്പെടുന്നു. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും ഇറങ്ങി വരണമെങ്കിൽ വട്ടം കൂട്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തി അതിനുശേഷം നിൻ്റെ ദൈവം നിനക്കായി തന്നിരിക്കുന്ന വട്ടത്തിൽ നിന്നൊരു പകർച്ച അവർക്ക് വേണ്ടി കൊടുത്തയപ്പി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ കരയരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിനു മുമ്പുള്ളതായ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ന്യായപ്രമാണം വായിച്ചത് കേട്ടപ്പോൾ അങ്ങ് കരഞ്ഞു, ദുഃഖിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർക്കത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അത് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരുടെ ഇടയിൽ ഒരു കണ്ണുനീരുണ്ടായി, ഒരു സങ്കടമുണ്ടായി. അതും കണ്ടുകൊണ്ട്, ആ സങ്കടം കണ്ടുകൊണ്ട് നെഹമ്യാവ് പറയുകയാണ്, ദൈവവചനം കേട്ടതുകൊണ്ട് നിങ്ങൾ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ ഇടയിൽ വട്ടം കൂട്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ കണ്ണുനീരിൽ കഴിയുന്നുണ്ട്. ഇത് വിശുദ്ധ ദിനമായി നിങ്ങൾ ദൃഷ്ടാംഗ ഭോജനവും മധുരപാനീയവും ഒക്കെ കഴിക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾക്ക് അന്നത്തിന് നിവൃത്തിയില്ലാതെ തീ പുകയാത്ത വീടുകൾ പലയിടത്തും ഉണ്ട്, പലയിടത്തും ചുറ്റിയിരിക്കുന്നു. അവർ ഈ ദിവസത്തെ ഓർത്ത് സങ്കടപ്പെടുന്നു.
യഹോവയെങ്കിലെ സന്തോഷം അവരുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ ജീവിതത്തിൽ പല ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് കഴിയുന്നതായ അനേക കുടുംബങ്ങൾ, ജീവിതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം കേട്ട് കരയുന്ന ഒരവസ്ഥ നിനക്കുണ്ടെങ്കിൽ ആ കരച്ചിൽ നിന്നിൽ ഒരു പകർച്ചാ മനോഭാവം സൃഷ്ടിക്കണം. ആ സൃഷ്ടിതമാകുന്ന പകർച്ചാ മനോഭാവം അനേക നീതി പ്രവൃത്തികൾക്ക് വേണ്ടി നിൻ്റെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയായി നിന്നിലും നിൻ്റെ കുടുംബത്തിലും അത് വളരുന്നതിനിടയായിത്തീരും. അതാണ് നെഹമ്യാവ് പറയുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും പകർച്ച കൊടുത്തയക്കുക അല്ല, എന്നാൽ യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമായി വ്യാപരിക്കപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നീതി പ്രവൃത്തിയുടെ ഒരു വളർച്ച നിന്നിലും നിൻ്റെ സന്താനങ്ങളിലും നിൻ്റെ ഭവനത്തിലും നിൻ്റെ ചർച്ചക്കാരുടെ ഇടയിലും അത് വർദ്ധിച്ചു വരുമ്പോൾ നിൻ്റെ ജനമെല്ലാം ദൈവത്തിൽ സന്തോഷിക്കുന്ന ജനമെന്ന് കണ്ട് ആ സന്തോഷം അവരിലേക്കും പകരുന്നതിനിടയായിത്തീരും. ഭൗമികമായ സന്തോഷം മാത്രമല്ല ഇവിടെ കുറിക്കപ്പെടുന്നത്, ആത്മീകമായ സന്തോഷം കൂടെ. ദൈവം നിനക്ക് ദൈവസന്നിധിയിൽ സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ കഴിയാതെ ദുഃഖിച്ച് ഭാരപ്പെട്ട് പല കാര്യങ്ങളിൽ ആത്മീകമായ ഭൗമികമായ പല നന്മകളും പലർക്കുമുണ്ടെങ്കിലും അനേക ആത്മീക വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ കാണും. അനേക ജീവിതങ്ങളിൽ പരിഹരിക്കപ്പെടാത്ത അനേക വിഷയങ്ങളുടെ മുൻപിൽ ഭാരപ്പെടുന്നവർ കാണും. താഴ്ത്തപ്പെട്ടവർ കാണും, അപമാനിക്കപ്പെട്ടവർ കാണും, പരിഹസിക്കപ്പെട്ടവർ കാണും. അങ്ങനെയുള്ളവരുടെ മുൻപിലേക്ക് ദൈവം നിന്നെ മാനിച്ചതായ മാന്യതയുടെ ഒരു പകർച്ച അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരോടൊപ്പം ദൈവത്തിൻ്റെ ജനത്തിനൊന്നിച്ച് യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ഒരുത്തൻ്റെ മാത്രം ബലമല്ല, നിങ്ങളുടെ മുഴുവനായിട്ടുള്ള ബലമായി ദൈവസന്നിധിയിൽ അത് ശോഭിക്കപ്പെടും. ആ ശോഭിക്കപ്പെടുന്ന ബലത്തിനുള്ളതായ ഒരു ദർശനം ഈ പകൽക്കാലം ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.